ഖത്തറും UAE-യും പരസ്യമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. യുദ്ധം ഉടൻ നിർത്തണം, വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇറാൻ തങ്ങളുടെ ആക്രമണങ്ങൾ അതിശക്തമാക്കുകയാണ്. ഫത്ത-2 ശ്രേണിയിൽപ്പെടുന്ന മിസൈലുകൾ ഇറാൻ പരീക്ഷിച്ച് അല്ലെങ്കിൽ അയച്ച് വിജയിക്കുകയാണ്. ഉത്തര കൊറിയയ്ക്ക് ആണവായുധം ഇറാന് കൈമാറണമെങ്കിൽ ത്രൂ റഷ്യ വളരെ വേഗത്തിൽ അത് സാധിക്കുമെന്നുള്ളതാണ്. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറാനെ ആക്രമിച്ച അതേ രീതിയിൽ എന്തേ ഉത്തര കൊറിയയിലേക്ക് പോകാൻ ട്രംപിന് ഇത്ര മടി? ഇത്രയും കാലം മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പലസ്തീനിലേക്കൊക്കെ തോന്നിയ പോലെ ആക്രമണം നടത്തി ഫോസ്ഫറസ് ബോംബും സൾഫർ ബോംബും ഒക്കെ ഇട്ട് നിരോധിച്ച രീതിയിലുള്ള പല ആയുധങ്ങളും ഉപയോഗിച്ച് ഒരു മര്യാദയുമില്ലാതെ ഐക്യരാഷ്ട്ര സംഘടന പറയുന്ന വാക്കുകൾക്ക് പോലും പുല്ലുവില കൽപ്പിച്ച് അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിരുന്ന ഇസ്രായേൽ ഇപ്പോൾ അവർക്കുള്ളിലേക്ക് ആക്രമണം കടുത്തപ്പോൾ പൊള്ളിത്തുടങ്ങി. അവർ പറയുകയാണ് ഇത് യുദ്ധ കുറ്റകൃത്യമാണ് ഇവർ ചെയ്യുന്നത്, ഇറാൻ ചെയ്യുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം 11ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റവും പ്രഹരശേഷിയുള്ള മിസൈലുകൾ തൊടുത്തുവിട്ട് ഞെട്ടിക്കുകയാണ് ഇറാൻ. ഏറ്റവും വിനാശകരമായിട്ടുള്ള ഏറ്റവും ശക്തിയേറിയ മിസൈലുകൾ കൊണ്ട് അമേരിക്കയുടെ അയൺ ഡോമിനെ തീർത്ത് കളയുന്ന രീതിയിലേക്ക് പുതിയ ഘട്ടത്തിലേക്ക് ഇറാൻ്റെ ആക്രമണം മാറിയിരിക്കുന്നു. മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ നേരത്തെ തിരിച്ചടി എന്നുള്ളതിന് പകരം ഒരു സംഹാരം എന്ന് വേണം ഇറാനെ വിശേഷിപ്പിക്കാൻ. അത്രയേറെ പൂർവ്വ ഒരു കരുത്തോടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആക്രമണങ്ങൾ ദിനംതോറും പുതിയ മിസൈലുകൾ പരിചയപ്പെടുത്തി തന്നെ ഇത്തരം വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ പശ്ചിമേഷ്യയുടെ ഭാവി എന്താവും? അതുപോലെ തന്നെ ഈ ഒരു ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ റഷ്യ അമേരിക്കയും ഈ പറയുന്ന ഇറാനോട് പറഞ്ഞിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ യുദ്ധം പെട്ടെന്നൊരു അവസാനത്തിലേക്ക് പോകുമോ? എന്താണ് ഇപ്പം ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ രേഷ്മ വളരെ കൃത്യമാണ്. ഇറാൻ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥയെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറാൻ പറഞ്ഞിടത്തേക്ക് എല്ലാവരും വരികയാണ്. എല്ലാവരെയും ഇറാൻ പാഠം പഠിപ്പിക്കുകയാണ്. ഇറാനിലേക്ക് എത്തുകയാണ്, ചുരുങ്ങുകയാണ് ലോകം. അതായത് ഇറാൻ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും ലോകത്തിൻ്റെ ഭാവി എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത പല വീഡിയോയിലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. കാരണം അങ്ങനെയാണ് ഇറാൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. ഇറാൻ്റെ ആയുധശേഷിയോ യുദ്ധതന്ത്രങ്ങളോ ഒന്നുമല്ല. ഭൂമിശാസ്ത്രപരമായി ഇറാൻ ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. അതായത് ഈ ബാബൽ മന്ദബ് കടലിടുക്ക് എന്ന് പറയുന്ന ചെങ്കടലിൽ കിടക്കുന്ന കടലിടുക്ക് ഹൂത്തികളെ കൊണ്ട് ഇറാൻ ബ്ലോക്ക് ചെയ്യിച്ചത് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് അന്നേ നമ്മൾ തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ അന്ന് ഞാൻ കണക്ക് കൂട്ടിയിരുന്നു, ഇറാനുമായിട്ട് നേരിട്ടൊരു അറ്റാക്ക് വരികയാണെങ്കിൽ ഇറാൻ ഇതേ മോഡൽ ഹോർമുസിൽ പ്രകടിപ്പിക്കും അല്ലെങ്കിൽ പ്രയോഗിക്കുമെന്ന്. ഏതാണ്ട് ലോകത്തിൻ്റെ ഇന്ധന നീക്കത്തിൻ്റെ 40% നടക്കുന്ന ഒരു കടലെടുക്കാണ്. അറബ് രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം കിട്ടുന്ന ഒരു സഞ്ചാര പാതയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള സകല രാജ്യങ്ങൾക്കും എണ്ണ കൃത്യമായി കിട്ടണമെങ്കിൽ ഈ വഴിയൊക്കെ തന്നെ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ലോകത്തെ പല രാജ്യങ്ങൾക്കും വലിയ പണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഒരേ സമയം അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ സമ്മർദ്ദം ഇറാൻ കൊടുക്കുകയാണ്. അത് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതോടൊപ്പം ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, UAE ഈ 4 രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഇറാൻ ആക്രമണം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് അവിടുത്തെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ വലിയ കേന്ദ്രങ്ങളാണ്. അത് തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അവിടങ്ങളിലേക്ക് ഇറാൻ വലിയ തോതിൽ ആക്രമണം നടത്തുന്നു. എന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങളിൽ അമേരിക്കയോട് ഒരു കാര്യം പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാൻ കഴിയുന്ന രാജ്യങ്ങളാണിവ. അതുകൊണ്ട് ആ വിധത്തിലുള്ള സമ്മർദ്ദം കൂടി ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. അത് ഫലം കാണുന്നുണ്ട്. ഖത്തറും UAE-യും പരസ്യമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. യുദ്ധം ഉടൻ നിർത്തണം, വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. സൗദിയും പതിയെ ആ വഴിക്ക് വരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വശത്ത് അറബ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിനെതിരെ സംസാരിക്കുന്നു. അമേരിക്കയുടെ ഈ യുദ്ധം ഇറാൻ തുടങ്ങിയതല്ലല്ലോ, അമേരിക്കയാണല്ലോ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക തന്നെ ഇത് നിർത്തണം, അല്ലെങ്കിൽ അമേരിക്ക യുദ്ധ സാഹചര്യത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ അത്തരം പറച്ചിലുകൾ അറബ് രാജ്യങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അത് ഇറാൻ്റെ തന്ത്രപരമായ നീക്കങ്ങളുടെ വിജയമാണ്. രണ്ടാമത് എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമത് ഇറാൻ തങ്ങളുടെ ആക്രമണങ്ങൾ അതിശക്തമാക്കുകയാണ്. അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുടെ അയൺ ഡോം സിസ്റ്റം, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം, താഡ്, ആരോ, പെട്രൻ എന്നൊക്കെ പറയുന്ന കുറേ പേരുകളിലുള്ള പലതരത്തിലുള്ള ഈ അയൺ ഡോം സംവിധാനത്തിന് സമാനമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ തീവ്രത കുറയുകയാണ്, ശേഷി കുറയുകയാണ്. പലതിനെയും അട്ടിമറിക്കുന്ന വിധത്തിലുള്ള മാരകമായ
ഈ ഫത്ത-2 ശ്രേണിയിൽപ്പെടുന്ന മിസൈലുകൾ ഇറാൻ പരീക്ഷിച്ച് അല്ലെങ്കിൽ അയച്ച് വിജയിക്കുകയാണ്. അതേസമയം 37 കേന്ദ്രങ്ങളിലേക്കാണ് ഈ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ രാത്രി തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ പറയുന്നത്. ഇസ്രായേൽ ഇത് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ വലിയ ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്, അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഉത്തര കൊറിയ ഇപ്പോൾ ഈ വിഷയത്തിൽ നിർണായകമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് കടന്നു കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് ഇടപെടും എന്നുള്ളതായിരുന്നു ഉത്തര കൊറിയ പറഞ്ഞത്. ഉത്തര കൊറിയയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു മുൻ സൈനിക മേധാവിമാരിൽ ഒരാളായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു കോട്ട് ഇപ്പോൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നത് ഉത്തര കൊറിയയ്ക്ക് ആണവായുധം ഇറാന് കൈമാറണമെങ്കിൽ ത്രൂ റഷ്യ വളരെ വേഗത്തിൽ അത് സാധിക്കുമെന്നുള്ളതാണ്. എത്രയോ മണിക്കൂറുകളാണ്, 27 മണിക്കൂറോ മറ്റു സമയം കൊണ്ട് വളരെ വേഗത്തിൽ ഇറാന് ആണവായുധങ്ങൾ നൽകി ഈ യുദ്ധത്തിൻ്റെ ചിത്രം തന്നെ മാറ്റിയെടുക്കാൻ ശേഷി ഉത്തര കൊറിയയ്ക്കുണ്ട്. അതുകൊണ്ട് ഉത്തര കൊറിയയോട് കളിക്കരുത്. ഉത്തര കൊറിയ കിം ജോങ് ഉൻ ആ ഭരണാധികാരിയെ ഭയക്കേണ്ടതുണ്ട് എന്ന് അമേരിക്കയിലെ ഉയർന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കിം ജോങ് ഉൻ പറയുന്നത് എന്താണ്? ഇറാനൊപ്പം ഉത്തര കൊറിയ നിൽക്കുകയാണ്. ആക്രമണങ്ങൾ നിയമവിരുദ്ധമാണ്. ഇത് ലോക സമാധാനം തകർക്കുന്ന കാര്യമാണ്. മുജ്തബ ഖംനേയ്ക്ക് പൂർണ്ണ പിന്തുണ എന്നാണ് കിം ജോങ് ഉൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉത്തര കൊറിയയുടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കിം ജോങ് ഉൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സ്വന്തം മകളോട് പറഞ്ഞൊരു കാര്യമാണ്, ഒരു വാക്ക് കൊടുത്തതാണ്. അതായത് ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം നമ്മളുടെ വസതിയിലോ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തോ വീണ് കഴിഞ്ഞാൽ അടുത്ത ദിവസം, അതിൻ്റെ 3-ാമത്തെ ദിവസം നമ്മൾ താമസിക്കുന്നത് അമേരിക്കയിലെ വൈറ്റ് ഹൗസിലായിരിക്കുന്നു. അത് ഏറ്റവും വലിയൊരു വൈറ്റ് ഹൗസ് ബാക്കി ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഈ ലോകം ഭയക്കുന്ന ഭരണാധികാരിയാണ് ഈ കിം ജോങ് ഉൻ. ഉത്തര കൊറിയ എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ ഒന്നും സർവേലൻസിൽ കിട്ടാത്ത രാജ്യമാണ്. എന്ന് മാത്രമല്ല, അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്, അവരത് പരീക്ഷിച്ചിട്ടുണ്ട്, വിജയകരമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അതൊരു ഏകാധിപത്യ രാജ്യമാണ്. കിം ജോങ് ഉന്നിനപ്പുറം അവിടെ ഒന്നുമില്ല. അപ്പോൾ ഒരു ബട്ടൺ കിം ഇങ്ങനെ ഞെക്കിയാൽ പെൻറ്റഗണും വാഷിങ്ടണും ഈ പറയുന്ന സാധനങ്ങളൊന്നും അവിടെ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. പണ്ട് ഇതേപോലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുവായുധം ഉപയോഗിച്ചൊരു ആക്രമണം നടത്തിയ അമേരിക്ക, അതിൻ്റെ തിരിച്ചടി എന്നെങ്കിലും അമേരിക്കയ്ക്ക് കിട്ടും എന്ന് അന്നേ പലരും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഈ രൂപത്തിലായിരിക്കും വരുന്നത്. കാരണം കിം ജോങ് ഉന്നിനെ സംബന്ധിച്ച് കൂടുതൽ ചോദിക്കാനും പറയാനൊന്നുമില്ല. ആ രാജ്യത്തിന് ആരുമായിട്ടും വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അവർക്ക് അവരുടെ കാര്യം അവർക്കറിയാം. അവർക്ക് അമേരിക്കയോട് ഒരു പേടിയുമില്ല. അതുകൊണ്ടാണ് ഈ ആണവശേഷിയെ അമേരിക്ക എതിർക്കുന്നത്. ഇപ്പോൾ ഇറാൻ്റെ ആണവശേഷിയെ അമേരിക്ക വലിയ തോതിൽ എതിർക്കുന്നുണ്ടല്ലോ. ഇറാൻ ആണവായുധം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇറാൻ്റെ ഭരണകൂടം ഭയങ്കര പ്രശ്നക്കാരായിട്ടുള്ള ഭരണകൂടം. അതിലും പ്രശ്നക്കാരായിട്ടുള്ള ഭരണകൂടമാണ് അപ്പുറത്തിരിക്കുന്നത് ഉത്തര കൊറിയ. അതുപോലെ നിശിതമായ രീതിയിൽ എതിരാളികളെ അടിച്ചമർത്തുന്ന പാരമ്പര്യമുള്ള നേതാവാണ് കിം ജോങ് ഉൻ. സ്വന്തം അമ്മാവനെയും സ്വന്തം കുടുംബക്കാരെയും ഒക്കെ തട്ടിക്കളഞ്ഞതിൻ്റെ പേരിൽ ആരോപണം നേരിടുന്ന ആളാണ്. ഇപ്പം കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഒരു ഉന്നത സൈനിക ഉപദേശകൻ, അതായത് ട്രംപിൻ്റെ മുൻ ഉപദേഷ്ടാവായിട്ടുള്ള അഭിഭാഷകൻ ജോൺ ബോൾട്ടൺ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആരംഭിക്കുന്നതിന് 3 ദിവസം മുമ്പ് ഇറാന് ഉത്തര കൊറിയയിൽ നിന്നൊരു ആണവായുധം വേണ്ടി വന്നാൽ കൈക്കലാക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 72 മണിക്കൂറിനുള്ളിൽ ഇറാനിലേക്ക് ഉത്തര കൊറിയയ്ക്ക് ആയുധം കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്താൽ ഈ യുദ്ധത്തിൻ്റെ ചിത്രം മുഴുവൻ മാറും എന്നുള്ളതാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിലും ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറാനെ ആക്രമിച്ച അതേ രീതിയിൽ എന്തേ ഉത്തര കൊറിയയിലേക്ക് പോകാൻ ട്രംപിന് ഇത്ര മടി? ഈ ലോകത്തെ ഏകാധിപത്യവും സ്ത്രീവിരുദ്ധതയും അടിച്ചമർത്തൽ ജനാധിപത്യ വിരുദ്ധതയും ഒക്കെ ഇഷ്ടപ്പെടാത്ത ആളാണല്ലോ ട്രംപ്. അങ്ങനെയാണെങ്കിൽ ഇറാന് മുമ്പ് തീർക്കേണ്ട ഒരു ശക്തിയാണല്ലോ ഉത്തര കൊറിയ. കാരണം ഉത്തര കൊറിയ വിചാരിച്ചാലും ഇസ്രായേലിനെ തകർക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ആ പശ്ചിമേഷ്യയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ ഉത്തര കൊറിയയ്ക്ക് വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ അത്രയും ഭീഷണിയായിട്ടുള്ള ഉത്തര കൊറിയ ഇതിനു മുമ്പ് അമേരിക്കയെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉത്തര കൊറിയയ്ക്കെതിരെ വാക്കുകൊണ്ടുള്ള കളി മാത്രമേ ട്രംപ് കളിക്കുന്നുള്ളൂ. അവിടേക്ക് ഒരു നീക്കത്തിന് പോകുന്നില്ല. കാരണം എന്താണ്? അങ്ങോട്ട് പോയാൽ വിവരം അറിയുമെന്നറിയാം. അപ്പോൾ ആ ഉത്തര കൊറിയയാണ് ഇപ്പോൾ കളത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു വശത്ത് റഷ്യയും ചൈനയും, ഇപ്പോൾ ഈ രേഷ്മ ആദ്യം പറഞ്ഞു റഷ്യയും അമേരിക്കയും ട്രംപും ഇറാനുമായി ചർച്ച നടത്തി എന്നൊരു പദം രേഷ്മ ഉപയോഗിച്ചു. പക്ഷേ അത് നേരിട്ടല്ല. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഫോണിൽ വിളിക്കുന്നു. അതിനുശേഷം ഇത്രയും നാൾ യുക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ ഉടക്കി നിന്ന ആളുകളാണ്. പക്ഷേ ആവശ്യം വന്നപ്പോൾ ട്രംപിന് പുടിൻ വേണം. പുടിനെ വിളിക്കുന്നു. പുടിനെ വിളിച്ചിട്ട് പറയുന്നു, മച്ചമ്പി എത്രയും പെട്ടെന്ന് ഈ പരിപാടി അവസാനിപ്പിച്ച് കൈ തരണം എന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് അറിയുന്നത്. കാരണം അതിന് തൊട്ടു പിന്നാലെ റഷ്യയും ചൈനയും തമ്മിൽ ആശയവിനിമയം നടത്തുന്നു. ഇരുവരും ചേർന്ന് ഇറാനുമായി സംസാരിക്കുന്നു.
അതിൻ്റെ പ്രോഗ്രസ് എന്താണ് സംസാരിച്ചതെന്നൊന്നും അറിയില്ല. പക്ഷേ ലോകം ഇപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. പ്രത്യേകിച്ച് ഉത്തര കൊറിയയ്ക്ക് ഇമാതിരി കടുത്ത നിലപാടുകൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പേടിക്കേണ്ടതുണ്ട്. കാരണം ഉത്തര കൊറിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിടിച്ചാൽ കിട്ടുന്ന ഒരു രാജ്യമല്ല. ഇപ്പോൾ ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഇറാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ ഇത് അവസാനിപ്പിക്കുക എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. സത്യമാണ്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നാലോചിച്ച് നടക്കുകയാണ്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഉത്തര കൊറിയ രംഗത്ത് വരുന്നു. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ തലങ്ങും വിലങ്ങും അടിക്കുന്നു. അപ്പോൾ ഇറാനെ തുറന്നു വിട്ടതിന് ഇപ്പോൾ ട്രംപ് തിരിച്ചടി നേരിടുകയാണ്. അല്ലെങ്കിൽ മുസ്തഫ ഖംനേയി കുറെ കൂടി കടുത്ത നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ഭരണാധികാരിക്കൊപ്പം റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ അണിചേരുന്ന സാഹചര്യമാണ്. പക്ഷേ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉള്ള പിന്തുണ കൂടി പോവുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ പോലും അമേരിക്കയോട് യുദ്ധം ചെയ്തതിലുള്ള നീരസം, യുദ്ധം ആരംഭിച്ചു വെച്ച് പശ്ചിമേഷ്യയെ നശിപ്പിച്ചതിലുള്ള അവരുടെ ആശങ്ക അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അടുത്ത ഘട്ടത്തിലേക്ക് ഇറാൻ്റെ ആക്രമണം മാറിയിരിക്കുകയാണ്. അതായത് ഒരു തിരിച്ചടിയല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഹാരം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ, അതായത് ഒറ്റയടിക്ക് തീർക്കുക എന്നുള്ള ഒരു സാച്ചുറേഷൻ അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത്. ഇതിലൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇസ്രയേലിൻ്റെ സൈനിക ആശയവിനിമയ കേന്ദ്രത്തിന് നേരെ ഒരു ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഇത് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയല്ലേ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. ഇസ്രായേലിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾ അതിതീവ്രമാണ്. ഒറ്റ രാത്രി 37 ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ അത് ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഈ 37 മിസൈലുകൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഒരു 8 or 10 ആയിട്ട് കൂട്ടുക. അപ്പോൾ ഒരു 370 ടാർഗറ്റുകളെങ്കിലും അങ്ങനെ നോക്കിയാൽ ഈ ക്ലസ്റ്റർ ബോംബ് അറ്റാക്ക് ആണെങ്കിൽ ഒരു മിസൈലിന് 10 എന്ന കണക്കിൽ വേണം കൂട്ടാൻ. അതായത് ഈ മിസൈലിൽ ക്ലസ്റ്റർ ബോംബ് ഘടിപ്പിച്ച് വിട്ടാൽ ഇത് പലതായി ചിതറി ഒരു 8 കിലോമീറ്റർ 10 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ പല ഭാഗങ്ങളിലേക്ക് ചിതറിത്തെറിച്ച് ആക്രമണം നടത്തും. ഇതിനെ പ്രതിരോധിക്കാനുള്ള മെക്കാനിസം ഒന്നും ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര യുദ്ധക്കുറ്റമാണ് ഈ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിക്കുന്നത്, അതിൽ ഇറാനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ രാത്രി രംഗത്ത് വന്നിരുന്നു. എന്തിനാണ് ഇസ്രായേൽ അങ്ങനെ രംഗത്ത് വരുന്നത്? പേടിച്ചിട്ടാണ്. ഇത്രയും കാലം മറ്റ് രാജ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പലസ്തീനിലേക്കൊക്കെ തോന്നിയ പോലെ ആക്രമണം നടത്തി ഫോസ്ഫറസ് ബോംബും സൾഫർ ബോംബും ഒക്കെ ഇട്ട് നിരോധിച്ച രീതിയിലുള്ള പല ആയുധങ്ങളും ഉപയോഗിച്ച് ഒരു മര്യാദയുമില്ലാതെ ഐക്യരാഷ്ട്ര സംഘടന പറയുന്ന വാക്കുകൾക്ക് പോലും പുല്ലുവില കൽപ്പിച്ച് അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിരുന്ന ഇസ്രായേൽ ഇപ്പോൾ അവർക്കുള്ളിലേക്ക് ആക്രമണം കടുത്തപ്പോൾ പൊള്ളിത്തുടങ്ങി. അവർ പറയുകയാണ് ഇത് യുദ്ധ കുറ്റകൃത്യമാണ് ഇവർ ചെയ്യുന്നത്, ഇറാൻ ചെയ്യുന്നത് യുദ്ധനീതിയല്ല, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, നിരോധിച്ച ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇസ്രായേൽ അവർക്ക് അടികിട്ടി തുടങ്ങിയപ്പോൾ ഈ യുദ്ധ നിയമങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തി, അമേരിക്കയും ചേർന്ന് ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തി, പിന്നെ അവരെ ഒന്ന് മയപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ആ ഘട്ടത്തിൽ ഇറാൻ അവരുടെ ആക്രമണ ശൈലി കൂട്ടി, ആക്രമണത്തിൻ്റെ തീവ്രത കൂട്ടി. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ എമ്പാടും ഇറാൻ്റെ ബോട്ടുകൾ പോയിട്ട് മൈനുകൾ വെക്കുകയാണ്. 100 കണക്കിന് ബോട്ടുകൾ ഇറാൻ ഇത്തരത്തിലുണ്ട്. ഈ ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ്, തെന്നി മാറിപ്പോകാൻ കഴിവുള്ളവയാണ്. പല ഇടുക്കുകളിലും, അതായത് ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിൻ്റെ പല പാറക്കെട്ടുകൾക്കിടയിലും മറ്റുമൊക്കെ അതിവേഗത്തിൽ ഒളിക്കാൻ കഴിയുന്നവയാണ്. പലതും ആളില്ലാ ബോട്ടുകളാണ്, റിമോട്ട് നിയന്ത്രിതമാണ്. അപ്പോൾ ഈ ബോട്ടുകൾ ഒരു 16 തകർത്തു എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക 16 ഇറാൻ കപ്പലുകൾ തകർത്തു എന്ന രീതിയിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ രാവിലെ മുതൽ വാർത്ത കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒക്കെ പരിശോധിച്ചപ്പോഴാണ് ഇതൊന്നുമല്ല, വളരെ ചെറിയ ബോട്ടുകളാണ് തകർത്തതെന്ന് മനസ്സിലായത്. എന്ന് മാത്രമല്ല, മറ്റൊരു പ്രചാരണം നടക്കുന്നത് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിനെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഇതിൻ്റെ മിസൈലുകളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഒക്കെ എയർ ബബിൾ മാതൃകകൾ ഉണ്ടാക്കി വയ്ക്കുകയാണ്. അതായത് നമ്മൾ അമ്പലപ്പറമ്പിൽ കിട്ടുന്ന ബലൂൺ പോലെ ആ ബലൂണിൻ്റെ തന്നെ ഹെലികോപ്റ്ററിൻ്റെ രൂപത്തിലുള്ള ഒരു ബലൂൺ അങ്ങ് വെറുപ്പിച്ച് വയ്ക്കും. അപ്പോൾ ഈ ഇൻ്റർസെപ്റ്റർ, ഈ പറയുന്ന അമേരിക്കയുടെ വിമാനങ്ങളിലൊക്കെ ഇതിൻ്റെ രൂപം മാത്രമേ കാണുള്ളൂ, ഈ കളർ പിക്ചറല്ലോ കിട്ടുക. അപ്പോൾ ആ രൂപം കാണുമ്പോൾ അത് ഹെലികോപ്റ്റർ ആണെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് മിസൈൽ അയക്കും. അങ്ങനെ അമേരിക്കയുടെ കോടാനുകോടി രൂപ വിലയുള്ള മിസൈലുകൾ അങ്ങനെ നശിക്കും. ഇങ്ങനെയൊക്കെയുള്ള കഥകളും വരുന്നുണ്ട്. എന്തായാലും ഇറാനെ പിടിച്ചു കെട്ടുക എളുപ്പമല്ല എന്ന് അമേരിക്ക തിരിച്ചറിയുന്ന മണിക്കൂറുകളിലൂടെ അല്ലെങ്കിൽ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ വിരണ്ടു പോകുന്ന മണിക്കൂറുകളുമാണ് കടന്നു പോകുന്നത്. കാരണം പുതിയ പുതിയ ശ്രേണിയിലുള്ള മിസൈലുകൾ, പുതിയ പുതിയ ശ്രേണിയിലുള്ള ആയുധങ്ങൾ ഓരോ മണിക്കൂറിലും പുതുതായി പ്രയോഗിക്കുന്നുണ്ട് ഇറാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇറാൻ തകർന്നു, ഇറാൻ തീർന്നു, ഇറാൻ ബാക്കിയില്ല, ഇറാനിലെ മുഴുവൻ സംവിധാനങ്ങളും തകർത്തു എന്നൊക്കെ ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും ആവർത്തിക്കുമ്പോഴാണ് അതിശക്തമായി തിരിച്ചടിക്കാൻ
ഇറാൻ തയ്യാറാകുന്നത്, അല്ലെങ്കിൽ തിരിച്ചടിച്ച് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് കാണിക്കാൻ ഇറാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട വസ്തുതയാണ്. അമേരിക്ക ഏകദേശം കീഴടങ്ങി മുട്ടുകുത്തി എന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഈ ഇറാൻ്റെ ഉഗ്ര മിസൈലുകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം ഇറാന് എപ്പോഴായിരിക്കും അവസാനിപ്പിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇനി ആ ഒരു യുദ്ധത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നതും ഈ റഷ്യയുടെ ഭാവി എന്ന് പറയുന്നതും? അല്ല, ഇതിപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ഈ ഇടപെടൽ ഫലം കാണുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ഫലം കാണുകയാണെങ്കിൽ ഒരു പക്ഷേ ഇറാൻ ഒരു മയപ്പെടലിലേക്ക് പോകാം. പക്ഷേ മജ്തബ ഖംനേയിക്ക് നേരെ ഒരു ആക്രമണം നടന്നു എന്ന രീതിയിലൊക്കെ ഇപ്പോൾ കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെന്തു തന്നെയായാലും അവിടെ ഭരണാധികാരിയല്ല പ്രധാനം, ആ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ IRGCയുടെ ഒക്കെ പ്രതികാരമാണ് പ്രധാനം. ഇപ്പോൾ പ്രതികാരത്തിന്മേലാണ് ഈ ഇറാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇത്രയും വലിയ ആക്രമണങ്ങൾ നടത്താനുണ്ടാകുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖാംനെയും 40ഓളം ഉന്നത നേതാക്കളും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ആ 40 എന്നുള്ള ഫിഗർ ഏറെക്കുറെയാണ്. ചിലപ്പോൾ 20-25 വരെയൊക്കെയാണ് ഏറ്റവും പരമപ്രധാനമായ നേതാക്കൾ. ബാക്കിയുള്ളവർ സെക്കൻഡ് ലെയറിലുള്ള നേതാക്കളാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇറാന് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടു. സ്വാഭാവികമായിട്ടും മജ്തബ ഖംനേയി തിരിച്ചു അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് കാരണക്കാരായവരെ കടന്നാക്രമിക്കുക, അവരുടെ ആണിക്കല്ലിളക്കുക എന്ന നിലയിൽ തന്നെയുള്ള കടുത്ത നിലപാടുകളായിരിക്കും അദ്ദേഹം എടുക്കുക. ആ നിലപാടുകൾക്കനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഖാംനെയിക്ക് ഈ പുതിയ മജ്തബ ഖാംനെയിക്ക് പരിക്കേറ്റു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നാലും IRGCയെ സംബന്ധിച്ച്, ഇറാനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ച് അടുത്ത ഘട്ടവും പ്ലാൻ A, B, C, D അങ്ങനെ കുറേ പ്ലാനുകൾ ഇട്ടിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. അത് ഖാംനെയി തന്നെ മുമ്പ്, ആയത്തുള്ള അലി ഖാംനെയി തന്നെ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് ശേഷം എന്താണ് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചല്ല ഇതെല്ലാം നിൽക്കുന്നത് എന്ന് പരോക്ഷമായി പറയുകയും എന്തൊക്കെയാണ് ഇറാൻ്റെ പ്ലാനുകൾ എന്നുള്ളത് ഒരുപാട് വർഷക്കാലത്തേക്കുള്ള പ്ലാനുകൾ ഞങ്ങൾ കൃത്യമായി എടുത്തു വെച്ചിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ യുദ്ധത്തെ ഭയത്തോടു കൂടിയല്ല ഇറാൻ കാണുന്നത് എന്ന് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യം നോക്കുക. ഇപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരു കാരണവശാലും ട്രംപിന് അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അമേരിക്കയ്ക്ക് ഇറാനിൽ കൊണ്ടുപോയി കുറേ ബോംബിടാം, കുറേ അധികം ആക്രമണങ്ങൾ നടത്താം, ഇസ്രായേലിനും നടത്താം. പക്ഷേ ഇറാൻ തോൽക്കുമോ, ഇറാൻ വീഴുമോ, ഇറാനിലെ ഭരണകൂടം മാറുമോ, അതാണല്ലോ യുദ്ധലക്ഷ്യം. യുദ്ധത്തിലൂടെ അമേരിക്ക വിഭാവനം ചെയ്ത ലക്ഷ്യം അതാണ്. ഇറാനെ തങ്ങളുടെ അലിയാക്കിയിട്ട് മറ്റേ തങ്ങളുടെ കൂടെ നിർത്തുക, അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന ഒരാൾ അവിടെ ഭരിക്കുക. അതൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യയും ചൈനയും എടുക്കുന്ന ആ ഒരു സമ്മർദ്ദം, അതിന് എത്രത്തോളം റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉത്തര കൊറിയയുടെ ഇടപെടലാണ്. കിം ജോങ് ഉന്നിൻ്റെ വരവ് ഭീതിയോടുകൂടിയാണ് ലോകം കാണുന്നത്. പ്രത്യേകിച്ച് ഇറാന് ആയുധങ്ങളൊക്കെ കൈമാറുന്ന നിലയിലേക്ക് കിം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നടുവൊടിയുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ, ആണിക്കല്ല് പറിക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ, ഇസ്രായേലിലേക്ക് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ശക്തമായി തകർക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇറാനെ റഷ്യയും ചൈനയും സഹായിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ ആക്രമണങ്ങൾ കുറെ കൂടി പ്രിസൈസ്ഡ് ആവുന്നത്. കൃത്യമായ ലൊക്കേഷനുകൾ തകർക്കുന്ന വിധത്തിലേക്കൊക്കെയുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് അടിക്കാനുള്ള ശേഷി ഇറാന് കിട്ടുന്നതെന്നാണ് വരുന്ന വാർത്തകൾ. അപ്പോൾ ഉത്തര കൊറിയയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആയുധങ്ങളുടെ തീവ്രത കൂടി കൂടും. അത് വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ട്രംപും നെതന്യാഹുവും വിചാരിക്കുന്നത് മാത്രം ഈ ലോകത്ത് നടന്നാൽ മതി, അല്ലെങ്കിൽ അത് മാത്രമേ നടക്കൂ, ആ വക തള്ളുകളൊക്കെ നിർത്താനുള്ള സമയമായി. ഇറാൻ വിചാരിച്ചാലും പശ്ചിമേഷ്യയിലെ മറ്റ് ശക്തികൾ കൂടിച്ചേർന്ന് നിന്നാലും ഒക്കെ അമേരിക്ക പറയുന്നതിനപ്പുറം പലതും നടക്കുമെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.